യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ക്രിസ്മസിനെ കുറിച്ച് ഈ ഏറ്റവും അടുത്ത് ഇരിക്കുന്ന ഈ ദിവസങ്ങളിൽ ക്രിസ്മസിൻ്റെ ലോകം മുഴുവനും ആഘോഷിക്കുന്ന ക്രിസ്മസിൻ്റെ ജാതി മതഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ക്രിസ്മസിൻ്റെ ഭാവങ്ങൾ എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായ ക്രിസ്മസിൻ്റെ ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്ഥാനം നൽകുവാനും അങ്ങനെ ഉന്നയിച്ച് നമ്മൾ ഓരോരുത്തർ ഹൃദയങ്ങളിൽ പിറക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പരിശ്രമിച്ച് ഒരുങ്ങാം. തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതൻ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രതീകമായി നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച ഈശോയെ നമുക്ക് ഈ ക്രിസ്മസ് ദിവസത്തെ നമുക്ക് ഈശോയുടെ ആ ഒരു സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഉന്നി പിറക്കാനായിട്ട് ഹൃദയത്തിൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാം ഈശോയെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി ഈ ക്രിസ്മസിന് ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങാം. നമ്മുടെ ഈശോയെ കുറിച്ച് ഈശോയുടെ ആ ഒരു മനോഭാവങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരോടുള്ള ഹൃദയത്തിലുള്ള ആ ഒരു ദയയും പാവപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും പാപികളോടും എല്ലാമുള്ള ഈശോയുടെ ആ ഒരു സ്നേഹവും കരുതലും എല്ലാം നമുക്കും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം തന്നെ താഴ്ത്തി എളിമപ്പെട്ടുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച് ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി പിറന്ന ദിവസമാണ് ക്രിസ്മസ് എന്നത് നമുക്ക് പ്രത്യേകം ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവമെല്ലാം നൽകിയിട്ടുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള കരുതൽ ആ എളിമയോടെ ആ മറ്റുള്ളവരോട് എല്ലാവരും സ്നേഹത്തിൽ അവരെല്ലാം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളാണെന്നുള്ള ബോധ്യത്തിൽ അവരെയെല്ലാം അംഗീകരിച്ച് സ്നേഹിക്കാനായിട്ട് നമുക്ക് ഈ ക്രിസ്മസിൽ പരിശ്രമിക്കാം. നക്ഷത്രങ്ങൾ ഒത്തിരി തൂക്കിയിടുന്ന ഓരോ കുടുംബത്തിൻ്റെ മുന്നിലെല്ലാം നക്ഷത്രങ്ങളുടെ ഒരു മാസമാണ് ഡിസംബർ മാസം. നക്ഷത്രങ്ങൾ ഈശോയുടെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പ്രതീകങ്ങളായിട്ടാണ് നക്ഷത്രങ്ങൾ അറിയപ്പെടുന്നത്. നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്തു പോകുമ്പോൾ നമ്മളെ നഷ്ടപ്പെട്ടു പോകാത്ത ആത്മധൈര്യത്തിൻ്റെയും വരാനിരിക്കുന്ന സ്വപ്നങ്ങളുടെയും എല്ലാം ഒരു സാദൃശ്യമാണ് ഡിസംബർ മാസത്തിൽ നമ്മൾ തൂക്കുന്ന നക്ഷത്രങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും പ്രതീക്ഷയും പ്രത്യാശയും സമാധാനവുമാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായിരുന്ന സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെടുകയും ചെയ്തു. കുരിശു മരണം വരെ അവൻ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. അങ്ങനെ നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട് ഈശോ കടന്നു വന്നതിൻ്റെ ഒരു ഓർമ്മാചരണമാണ് ക്രിസ്മസ്. ഈശോ എങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത് എന്ന് നമുക്കൊന്ന്
സ്വയം ശൂന്യനാക്കിക്കൊണ്ട് മനുഷ്യമക്കളുടെ കൂടെ തീരുവാനും വേണ്ടി മനുഷ്യനെ പോലെ ആയിത്തീർന്നവനാണ് ക്രിസ്തു. പാവപ്പെട്ടവരെയും രോഗികളെയും പാപികളെയും അതെല്ലാം ദയ കാണിച്ചുകൊണ്ട് പാപിനിയായ സ്ത്രീയോട് പറഞ്ഞു, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല. കുഷ്ഠരോഗിയെ എല്ലാം സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട ആ കുഷ്ഠരോഗിയെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു യേശുവിനെയാണ് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കുക. അങ്ങനെ വേദനിക്കുന്നവരുടെയും പാവപ്പെട്ടവരുടെയും കൂടെ ആയിരുന്നു കൊണ്ട് അവർക്കെല്ലാം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു സുവിശേഷമായിട്ട് ഈശോയുടെ ആ സ്നേഹം ജനങ്ങൾ തിരിച്ചറിയുകയും അങ്ങനെ ആ ഒരു സ്നേഹമാണ് ഒരാളെയും വിധിക്കാതെ കുറ്റപ്പെടുത്താതെ മാറ്റി നിർത്താതെ എല്ലാവരോടുമുള്ള കരുതലും ഉള്ള സ്നേഹം, യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത അതായിരുന്നു. അങ്ങനെ തീർന്ന ഈശോയുടെ ആ ഒരു സ്നേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു എല്ലാ ജനങ്ങളുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് ഇത്ര ഇടം പിടിക്കാനായിട്ട് ഒരു കാരണമായി തീർന്നത്. അങ്ങനെ സ്വയം ശൂന്യനാക്കിയ ഈശോയെ പിതാവായ ദൈവം വലതുഭാഗത്ത് ഉയർത്തുന്നതായിട്ടാണ് നമ്മൾ സുവിശേഷങ്ങളിലെല്ലാം ആ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം ചെറുതാകുമ്പോൾ നമ്മുടെ ആ സ്നേഹബന്ധങ്ങളെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് തീർക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസിന് ഈശോയുടെ ആ ഒരു മനോഭാവം അത് നമുക്ക് സ്വന്തമാക്കാനായിട്ട് ഈശോയെ പോലെ മറ്റൊരു ക്രിസ്തുവായി തീരുവാനാണ് നമ്മൾ ഓരോരുത്തരെയും ഈശോ വിളിച്ചിരിക്കുന്നത്. ആ ഈശോയുടെ മനോഭാവവും സ്നേഹവും കരുതലും വിശ്വാസവും എല്ലാം നമുക്കും മറ്റുള്ളവരോട് പ്രദർശിപ്പിച്ചുകൊണ്ട് അവരിലെല്ലാം ഈശോയെ കാണാനായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കളിൽ അവരെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം തന്നതാണെന്നുള്ള ബോധ്യത്തിൽ അവരെല്ലാം കരുതാനും സ്നേഹിക്കാനും ജീവിത പങ്കാളിയും മക്കളെയെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ഈശോ തന്നതാണെന്നുള്ള ബോധ്യത്തിൽ ആ ഈശോയുടെ പ്രിയപ്പെട്ട വ്യക്തികളാണെന്നുള്ള ബോധ്യത്തിൽ അവരെല്ലാം മനസ്സിലാക്കാനായിട്ട് സ്നേഹിക്കാനായിട്ട് ഈ ക്രിസ്മസ് എല്ലാവർക്കും കാരണമായി തീരട്ടെ. ആരെങ്കിലും വെറുപ്പോ വിദ്വേഷമോ മനസ്സിലുണ്ടെങ്കിൽ അവരെല്ലാം രമ്യതപ്പെട്ടുകൊണ്ട് അവരുടെ വീടുകളിലെല്ലാം പോയി എല്ലാവരെയും എല്ലാ ബന്ധുക്കളെയും കണ്ട് അവരോടെല്ലാം സ്നേഹവും അത് പുതുക്കാനായിട്ട് ഈ ക്രിസ്മസ് കാലഘട്ടം നമുക്ക് ഒന്ന് പരിശ്രമിക്കാനായിട്ട് നമുക്ക് ആ ഒരു ഇറങ്ങിത്തിരിക്കാനായിട്ട് നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടം സ്നേഹവും അങ്ങനെ മനുഷ്യർ തമ്മിലുള്ള ഐക്യവും സ്നേഹവും എല്ലാം ഊട്ടി വളർത്തുന്ന ഒരു ക്രിസ്മസ് ആയിട്ട് എല്ലാവരുടെയും ഒരു ക്രിസ്മസ് ആയി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവം നമ്മുടെ കൂടെ ആയിത്തീർന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ലൂക്ക 10:16 നമുക്ക് കാണാൻ സാധിക്കും, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന് സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിലെ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, കർത്താവ് യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ഒരു തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണാനായി സാധിക്കും. ഭൂതന്മാര് പോയി കഴിഞ്ഞപ്പോൾ ആട്ടിയന്മാരെ അവരെ പുറപ്പെട്ടുകൊണ്ട് മറിയത്തെയും ജോസഫിനെയും അതിവേഗം പിള്ളക്കച്ചോന്ന് പൊതിഞ്ഞു കിടക്കുന്ന ശിശുവിനെയും അവര് വന്നു കാണുകയും ചെയ്തതായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിലെ 4-ാം അധ്യായം 8-ാം അധ്യായത്തിലെ ദൈവകുമാരന്റെ ജനനം ബെത്ലഹേമിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള ഒരു അജകരണത്തിന്റെ കോലുകളിൽ ആയിരിക്കുമെന്ന ഒരു പരാമർശം ആ മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ദേവാലയത്തിൽ ബലിയർപ്പണത്തിനുള്ള ആടുകളെ വളർത്തുന്ന ഇടയന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ പ്രദേശത്ത് ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ട് ഉള്ള
1 വയസ്സ് മാത്രം പ്രായം ചെന്ന ഊനമറ്റ കുഞ്ഞാടുകളെയായിരുന്നു ആട്ടിടയന്മാർ വളർത്തിയിരുന്നത്. കുഞ്ഞാടുകൾക്കൊരു പരുക്കുമോ ഒന്നും ഇല്ലാതെ വളർത്താൻ വേണ്ടിയിട്ട് ആട്ടിടയന്മാര് ആ ദൗത്യം കൃത്യമായി നിർവഹിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ലോകത്തിന്റെ പാപപരിഹാരത്തിനായിട്ട് ബലിയായി തീരാനുള്ള ഊനമറ്റ കുഞ്ഞാടാണ് അപ്പത്തിന്റെ ഭവനമായ എന്നറിയപ്പെടുന്ന ബത്ലഹേമിൽ ജനിച്ചിരിക്കുന്ന യേശു ക്രിസ്തു. എന്താണ് ആ ഒരു കാൽത്തൊഴുത്തിൽ കിടക്കുന്ന ശിശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക? ദൈവത്തിന്റെ ആ ഒരു അടയാളമായിട്ട് പറയുന്നത് നിസ്സഹായതാവസ്ഥയിൽ ലാളിത്യത്തിലുമായിരിക്കുന്ന ഒരു സാധാരണ ഒരു കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഉള്ള ഒരു ദൈവത്തെയാണ് അവിടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ നമ്മളും ദൈവത്തെ കാണുന്നത് ദരിദ്രരിലും നിസ്സഹായ അവസ്ഥയിലും ഉള്ള വ്യക്തികളിൽ എല്ലാം ഈശോയെ കാണാനായിട്ട് നമുക്കും ഈ ക്രിസ്മസിന് പരിശ്രമിക്കാം. എൻ്റെ ഈ എളിയ സഹോദരനെ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന് ഉള്ള ആ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ദയ കൊണ്ട്, അറിവ് കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ ഓരോ സ്പർശനം കൊണ്ട്, വാക്കുകൊണ്ട് എല്ലാം, നമ്മുടെ ഓരോ സമയം കൊണ്ട് എല്ലാം നമുക്കും ഒന്നും പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കി നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നമുക്കും അങ്ങനെ മറ്റുള്ളവരിലേക്ക് ഒരു സമ്മാനങ്ങൾ നൽകാനായിട്ട് നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു നല്ലൊരു വ്യക്തികളായിട്ട് തീരാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വീരനായ ദൈവം, സമാധാനത്തിന്റെ പ്രഭു. യേശുവിനെ ജനിച്ചത് യേശുവിനെ ആരും ജനിപ്പിച്ചതല്ല. ആ യേശുവും പരിശുദ്ധാത്മാവിൽ സ്വയം ജനിക്കുകയാണ് ചെയ്തത്. യേശു എന്തിനാണ് ഈ ലോകത്ത് വന്ന് ജനിച്ചത്? മറിയത്തോട് പറഞ്ഞു, സകല ജനത്തിന്റെ പാപങ്ങൾക്ക് നിന്ന് മോചിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥം കൊണ്ട് യേശു എന്ന് പേരിടണമെന്ന് മറിയത്തോട് ദൂതൻ പറഞ്ഞു. പാപികളുടെ രക്ഷകനായും പാപികളുടെ വിമോചകനുമായിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ ജനിച്ചത്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യത്തില്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷകനായി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. യേശു എന്ന നാമം മാത്രമല്ലാതെ മറ്റൊരു നാമമില്ല. യേശുവിനെ എന്ന വഴി, ഏക വഴി മാത്രമെന്ന നാമത്തിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും രക്ഷപ്പെടാനായിട്ട്, നിത്യജീവൻ പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യമാണ് നൽകുന്നത്. എബ്രായ ലേഖനത്തിലെ 2-ാം അധ്യായം 14-ും 15-ഉം വാക്യങ്ങൾ കാണാൻ സാധിക്കും. അവൻ രക്തത്തിനും ഭാവമാക്കളാകുവാനാണ് യേശുവിൻ്റെ നാമം. മരണത്തിന്മേൽ അധികാരമുള്ള ആ പിശാചിനെ അവൻ തന്റെ മരണത്താൽ നശിപ്പിച്ചു. അങ്ങനെ മരണഭയത്തോടുകൂടെ ജീവിതകാലം മുഴുവൻ അടിമത്തിൽ കഴിഞ്ഞിരുന്ന ആ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈശോ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി തീരുകയും അങ്ങനെ യേശു നമ്മെ പോലെ ആയിത്തീർന്നു. പാപത്തിനും അശുദ്ധിക്കും ഒഴികെ എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ സമനായി തീർന്ന് നമ്മൾ കടന്നു പോകുന്ന ഓരോ പാപ വഴികളിലൂടെ കടന്നു പോവുകയും ചെയ്ത ഒരു കുഞ്ഞാടാണ് യേശു ക്രിസ്തു.
നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്, പാപികളുടെ രക്ഷകനാകുന്നു എന്ന്, വഴിയും സത്യവും ജീവനുമാണ്. അങ്ങനെ യേശുവിലേക്ക് എത്താൻ പല വഴികളില്ല. യേശു എന്ന ഒറ്റ വഴിയിലൂടെ മാത്രമേ നമുക്ക് നിത്യരക്ഷയിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഏക വഴിയെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഓരോരുത്തർക്കും പിതാവിൻ്റെ അടുക്കൽ എത്താനായിട്ട്, സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏക വഴി ക്രിസ്തു എന്ന യേശു എന്ന നാമം മാത്രമാണ്. നമുക്ക് ദോഷകരമായിരുന്ന ലിഖിത നിയമങ്ങളെയെല്ലാം അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ചുകൊണ്ട് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവനിൽ മൂർത്തിഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ശിരസ്സായ അവനിലാണ് നമ്മൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. സമ്പൂർണനായ ദൈവം അങ്ങനെ വേഷത്തിലെ മനുഷ്യനായി തീർന്നു. യേശു നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷകനും വിമോചകനുമായിട്ട് നമ്മൾ ആയിത്തീരാനായെന്നും ക്രിസ്മസിൽ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വന്ന് ഈ ഭൂമിയിൽ വന്ന് പിറന്നത്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥമായ വെളിച്ചമാണ് ക്രിസ്തു. ഈശോയുടെ ആ ഒരു സ്വയം താഴ്ന്നതിൻ്റെയും ശൂന്യവൽക്കരിക്കുന്നതിൻ്റെയും മാതൃകയായ ആ യേശുവിനെ നമുക്ക് ഈ ക്രിസ്മസിൽ അടുത്തനുകരിക്കാം. ഈശോയുടെ ആ അനുസരണം നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ഒന്ന് ധ്യാനിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മൂന്നും തുല്യരായിരിക്കുകയാണ്. പുത്രൻ തനിയെ ഭൂമിയിലേക്ക് വരികയല്ല ചെയ്തത്, പിതാവിനാൽ ഐക്യപ്പെടുകയാണ് ചെയ്തത്. പുത്രൻ പിതാവിനെ അനുസരിച്ചു. ഞാനെന്ന ഭാവം നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ഏറ്റവും അധികമുള്ള ഭാവമാണ് ഞാനെന്ന ഭാവം. ആദ്യ മാതാപിതാക്കളോട് നീ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അവർ ദൈവത്തെ പോലെ ആയിത്തീരാനാണ് അവരോരോരുത്തരും പരിശ്രമിച്ചത്. പരിശുദ്ധ ത്രിത്വം എന്നത് ദൈവത്തിലെ ആ മൂന്ന് പേരും തമ്മിലുള്ള സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് പരിശുദ്ധ ത്രിത്വം എന്ന് സൂചിപ്പിക്കുന്നത്. വിശദമായ ആ അനുസരണത്തിന്റെയും സ്നേഹത്തിന്റെയും ഫലമാണ്, കൂട്ടായ്മയാണ് അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും കൂട്ടായ്മയിൽ നശിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം സ്നേഹമില്ലായ്മയും അനുസരണക്കേടും മൂലമാണെന്ന് നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏത് വീട്ടിലാണ് സ്നേഹവും അനുസരണവും ഇല്ലാത്ത ആ ഒരു കുടുംബത്തില് എന്തായാലും അവരെല്ലാം വേർതിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിൽ എത്തിച്ചേരും. ഇതേപോലെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളും തുല്യമായ വ്യക്തികളാണെങ്കിലും അനുസരണക്കേട് പരസ്പരം ഉണ്ടെങ്കിൽ അവിടെ സ്നേഹത്തിന്റെ കുറവ് അത് രണ്ടുപേരുടെയും ഇടയിൽ വളരെയധികം ഉണ്ടായതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എവിടെ മനുഷ്യൻ തമ്മിൽ സ്നേഹമില്ല, അവിടെ മനുഷ്യൻ തമ്മിൽ അനുസരണവും അവിടെ ഉണ്ടായിരിക്കില്ല. പിതാവ് പുത്രനെ അയക്കുകയും യേശു വന്ന് കുരിശുമരണം സ്വീകരിച്ച് അനുസരണപ്പെട്ട് വിധേയനായിക്കൊണ്ട് അങ്ങനെ കാൽവരി ഒരു പുൽത്തൊട്ടി മുതൽ കുരിശുമരണം വരെ ഈശോ പിതാവിനെ അനുസരിച്ചു. പറ്റുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമെന്ന് നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. തന്റെ ഇച്ഛാശക്തിയും എന്ന ഞാനെന്ന ഭാവം, സ്വന്തം അഭിമാനം പോലും പൂർണ്ണമായി ഈശോ ഈ പിതാവിന്റെ മുന്നിൽ സമർപ്പിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കും. ആദ്യ മാതാപിതാക്കളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അനുസരണക്കേടാണ്. ഈശോ ആ അനുസരണക്കേടിന് വേണ്ടിയിട്ടാണ് പരിഹാരം ചെയ്ത്
കുരിശുമരണത്തിലൂടെ അത് നിഷ്കാസനം ചെയ്തത്. അപ്പോൾ ക്രിസ്മസ് എന്ന ആ ഒരു മഹാസംഭവത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പിതാവിനോട് അനുസരണപ്പെട്ട് കേട്ട് അതിനുവേണ്ടി അനുസരണക്കേതിനെ പരിഹാരം ചെയ്ത യേശുവിനെ കുറിച്ച് കൂടി നമ്മളിവിടെ ആ ദിവസം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അനുസരണക്കേട് എന്ന ആ കൂട്ടായ്മ ഏൽപ്പെട്ട് നശിച്ചു പോയ മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ കാലിത്തൊഴുത്ത് തുടങ്ങി ജനിച്ച് തുടക്കം മുതൽക്കേ തന്നെ അനുസരണം പാലിച്ച് അതിനെ പരിഹാരം ചെയ്യാനായിട്ട് ഈശോ തീരുമാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ ആയിരിക്കും. എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുന്ന പോലെ ഞാനും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പനകളും എന്നെ അനുസരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അനുസരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയാണ് അനുസരണം എന്ന് സൂചിപ്പിക്കുന്നത്. ഈശോ സ്നേഹത്തിൽ നിലനിന്നത് അനുസരിച്ചതുപോലെ നമ്മളും ഈശോയുടെ അനുയായികൾ നമ്മൾ ഓരോരുത്തരും അനുസരണയിലും സ്നേഹത്തിലും ദൈവത്തിന്റെ മുന്നിൽ ആയിരിക്കാനായിട്ട് സ്വയം വിളിക്കപ്പെട്ടവരാന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എവിടെയും അനുസരണമുണ്ടോ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹവും രക്ഷയും കടന്നു വരുന്നതായിട്ട് നമുക്ക് ബൈബിൾ മുഴുവൻ എല്ലാവരുടെ ജീവിതവും എടുത്തു നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അനുസരണം നിരസിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ജഡിക മേഖലയിലെല്ലാം വീണു പോകുന്നവരായിത്തീരുന്നത്. അങ്ങനെ അനുസരണത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുമ്പോൾ ജഡീയ പാപത്തിലെ അങ്ങനെ മൊത്തത്തിലെ ബന്ധനത്തിലായിത്തീരുന്ന അങ്ങനെ ഒരു കുടുംബം അതിന് മൊത്തം നാശത്തിലേക്ക് ആയിത്തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ സംജാതമാകുന്നത്. മാംദിസം വഴി നമ്മൾ സ്വയം ദൈവത്തിന്റെ അംഗങ്ങളായി തീർന്ന നമ്മൾ ചെറിയൊരു പാപം ചെയ്താൽ പോലും അവിടെ നമ്മുടെ മേല് പിശാചിനെ നമ്മുടെ മേലെ അധികാരം സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കും. എവിടെ പാപമുണ്ടോ അവിടെ പിശാചിന്റെ ബന്ധനത്തിൽ നമ്മൾ ഓരോരുത്തരും കെട്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അനുസരണമില്ലാതെ നടന്ന ആദിമാതാക്കളുടെ അനുസരണയില്ലായ്മയ്ക്ക് മനുഷ്യകുലത്തിന്റെ പാപത്തിനെ രക്ഷിക്കാൻ വേണ്ടിയും സ്വയം അങ്ങനെ പരിശുദ്ധ ത്രിത്വം തീരുമാനിക്കുകയും അങ്ങനെ ലൂക്ക 21:22-42 എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമെന്നെ നിറവേറട്ടെ എന്ന് ഈശോ പിതാവിനെ അങ്ങനെ അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ രക്ഷയുടെ താക്കോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരണമാണ് എന്നാണ് ഈശോ ഇവിടെ സൂചിപ്പിക്കുന്നത്. റോമാധ്യായം 5-ാം അധ്യായം 19-ാം വാക്യത്തില് ഒരുവൻ അനുസരണം കേടുമൂലം ഒത്തിരി പേർ പാപികളായി തീർന്നുവെങ്കിലും ഒരുവന്റെ അനുസരണം മൂലം എല്ലാവരും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ബൈബിൾ വചനത്തിൽ കാണാൻ സാധിക്കും. ഫിലിപ്പിയർ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും, അവൻ തന്നെ താഴ്ത്തി അതേ മരണത്തോളം അനുസരണമുള്ളവനായി കുരിശുമരണം വരെ തന്നെ അനുസരണമുള്ളവനായി താഴ്ത്തി സ്വർഗത്തിലേക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു അനുസരണമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിതാവും പരിശുദ്ധ ത്രിത്വവും തീരുമാനമെടുത്തുകയും പുത്രൻ അത് അനുസരിക്കുന്നതായിട്ടാണ് നമുക്ക് ആ ക്രിസ്മസിലെ ദിനത്തിൽ കാണാനായി സാധിക്കുക. അനുസരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മളെ ഒന്നും അധികാരികളെ അനുസരിക്കേണ്ട കാര്യവും ഒന്നും പാപം ചെയ്യാൻ ഒരു അധികാരിയെ നമുക്ക് ഏത് വലിയ അധികാരിയായാലും പാപം ചെയ്യാനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ നമുക്കത് അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്കറിയാം.
വിശ്വാസത്തിന് ഉതുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം നമ്മോട് ഒരു അധികാരി അനുസരിക്കാൻ പറഞ്ഞാൽ പോലും നമുക്കത് അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും ദൈവത്തിനുമെതിരായിട്ട് അനുസരിക്കാനായിട്ട് ഏത് അധികാരി പറഞ്ഞാലും നമ്മളത് അനുസരിക്കേണ്ട ആവശ്യമില്ല. ഈശോയാണ് നമ്മൾ അനുസരിക്കേണ്ടതായിട്ട് ഒരു വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈശോ ഈ ക്രിസ്മസിലെ അനുസരണമായി സ്വയം തന്നെ പിതാവിന്റെ മുന്നിൽ താഴ്ത്തിയ ഒരു ഓർമ്മ ദിനം കൂടിയാണ് ക്രിസ്മസ്. അങ്ങനെ അധികാരത്തിന്റെ ഒരു വലിയ ഒരു സ്വാധീനം നമ്മുടെ പരിശുദ്ധ സഭയിൽ ഉണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അനുസരണക്കേടാണ് പാപം എന്ന് പറയുന്നത്. അങ്ങനെ അനുസരണക്കേട് മൂലം ആദ്യ മാതാപിതാക്കള് ഈശോയുടെ പറുദീസയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അനുസരണം രണ്ടാം മാതമായ ഈശോ അനുസരണത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഈശോയുമായിട്ട് ബന്ധിപ്പിക്കുകയും ദൈവവുമായിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കുരിശിലൂടെ പാപങ്ങൾ പരിഹാരം ചെയ്ത് നമ്മളെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ ഈശോ കടന്നുപോയിരുന്ന ജീവിതത്തിലൂടെ. അങ്ങനെ സന്യാസികളായ വ്യക്തികളെല്ലാം അനുസരണവും ദാരിദ്ര്യവും ഒക്കെ ബ്രഹ്മചര്യമൊക്കെ വ്രതമൊക്കെ എടുത്തുകൊണ്ട് അവരെല്ലാം ഈശോയിൽ കുറച്ചുകൂടി അടുത്ത് അനുകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ വ്രതങ്ങളുടെയും ഏറ്റവും പ്രധാന മൂലഘടകം എന്ന് പറയുന്നത് അനുസരണം എന്ന വ്രതമാണ്. അതിൽ നിന്നാണ് ബ്രഹ്മചര്യവും ദാരിദ്ര്യവും എല്ലാ വ്രതങ്ങളും അതിൽ നിന്നാണ് ഉത്ഭവിക്കേണ്ടത്. സ്വാർത്ഥതയും എതിർപ്പും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നും എടുത്തു മാറ്റാനായിട്ട് ഈശോയെ പോലെ അനുസരിക്കാനുള്ള അനുസരണ എന്ന ഒരു കൃപ ചോദിച്ചു വാങ്ങാനായിട്ട് നമുക്ക് ഈ ക്രിസ്മസിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ ഓരോരുത്തരെയും ഈശോയാണ് നമ്മൾ ഓരോരുത്തരെ ആദ്യമായി സ്നേഹിച്ചത്. നമ്മൾ പാപികളായിരിക്കും ഈശോ നമ്മെ സ്നേഹിച്ചു. നമ്മൾ ഓരോരുത്തരുടെ സ്നേഹത്തിനും വളരെ വ്യത്യാസമുള്ള സ്നേഹമാണ്. മനുഷ്യന്റെ ഹൃദയം സാർത്ഥത നിറഞ്ഞ സ്നേഹമാണ് നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുള്ളത്. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് അവരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കുന്നത്. എന്തെങ്കിലും കിട്ടുമെന്നും ഉറപ്പുള്ളപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വളരെ എളുപ്പമാണ്. എന്നാൽ ഏത് തെറ്റ് ചെയ്തവനെയും ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പൻ ഉണ്ട്. അതാണ് യേശു നമുക്ക് കാണിച്ചു തന്നത്. പാപമാണ് മനുഷ്യന്റെ സൗന്ദര്യത്തെ കാരണം നിന്ന ഏറ്റവും പ്രധാന ഘടകം. അത് നഷ്ടപ്പെട്ട് നമ്മുടെ ആ സൗന്ദര്യം വീണ്ടെടുക്കാനായിട്ട് യേശു സ്വയം വിരൂപനായി കാൽവരിയിൽ ആയിത്തീർന്നുകൊണ്ട് യേശുവിൽ വരുന്നവർക്ക് അവിടുന്ന് ആശ്വാസപ്രദാനായി തീരുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചോ ഇല്ലയോ എന്നല്ല അത് സൂചിപ്പിക്കുന്നത് നമ്മൾ എത്ര ആത്മാർത്ഥത, എത്ര സത്യസന്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു എന്നാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും വിലയിരുത്തുന്നത്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ എല്ലാ വരങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വരമാണ് സ്നേഹം എന്ന വരം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാം കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ മുഴുവനും വരങ്ങളെ കുറിച്ചാണ് നമ്മളവിടെ അധ്യായത്തിൽ മുഴുവനും പ്രതിപാദിപ്പിക്കുന്നത്. എന്നാൽ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലെ ആ അധ്യായം മുഴുവനും സ്നേഹത്തെ കുറിച്ചാണ്. സ്നേഹമായിരിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യമെന്നും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്.
അങ്ങനെ സ്നേഹത്തിന് പല പ്രകാശങ്ങളുണ്ട്. അന്ന് പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയപ്പെടും, ലോകത്തിൽ അറിയപ്പെടുമെന്നാണ് നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മെ സ്നേഹിക്കാൻ സാധിക്കാത്ത വ്യക്തികളെ പോലും, അങ്ങനെയുള്ള ഭർത്താവിനെയും മക്കളെയും ഒക്കെ തിരിച്ചു സ്നേഹിക്കാനായിട്ട് നമ്മളെപ്പോഴും സ്നേഹിച്ചു കൊണ്ടേയിരിക്കുകയും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യണം എന്നാണ് നമ്മളിവിടെ വ്യക്തമാക്കുന്നത്. നമ്മൾ ഓരോരുത്തരും മറ്റുള്ള വ്യക്തികളെ സ്നേഹിക്കുന്നത് യേശുവിൻ്റെ സ്നേഹത്തെ പ്രതി ആണ്. നമ്മൾ മറ്റുള്ള വ്യക്തികളെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്നും ഈശോ പറയുന്നു. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന വ്യക്തികളുടെ ഉള്ളിലെല്ലാം ഹൃദയത്തിലെ സ്നേഹവും ഒന്നായിത്തീരുന്നവരും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് ഉള്ളൊരു മനോഭാവത്തില് ഒന്നായിത്തീരുന്ന ഒരു ദേവാലയമായി തീരാനായിട്ട്, ആ ഹൃദയത്തിലെ സ്നേഹത്തിലെ ദൈവത്തിന് അവിടെ ഇടം നൽകാനായിട്ട്, പരസ്പര സ്നേഹമുള്ള സ്ഥലത്താണ് ദൈവം ത്തിൻ്റെ സാന്നിധ്യം. ആ സ്ഥലങ്ങളിലാണ് ദൈവം വസിക്കുന്നത്. ഒന്ന് Corinthians 13:4 വാക്യത്തില് സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, ദയയുള്ളതാണ്. മറ്റുള്ളവർക്ക് വീഴ്ചയില് നമ്മൾ പ്രദർശിപ്പിക്കുന്ന മറ്റുള്ളവരുടെ വീഴ്ചയില് ദീർഘക്ഷമയോടുകൂടെ അവര് തളരാതെ ദയയുള്ള ഒരു മനോഭാവം നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്നേഹം ഒരിക്കലും അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, കോപിക്കുന്നില്ല, ആരോടും വിദ്വേഷം പുലർത്തുന്നില്ല, സകലതും ക്ഷമിക്കുന്നു, സകലത്തെയും സ്നേഹിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ ആ സ്നേഹം അത് നമ്മൾ ഓരോരുത്തരുടെ ക്രിസ്മസിൽ നമുക്ക് ആ സ്നേഹത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാനും ദാഹിക്കാനും, ഈശോയുടെ ആ മനോഭാവം, ആ സ്നേഹം, അനുസരണയുള്ള ഒരു പ്രതീകം, അനുസരണയുള്ള യേശുവിനെ നമുക്ക് സ്വന്തമാക്കി ഈ ക്രിസ്മസിൽ നമുക്ക് അത് മറ്റുള്ളവർക്ക് മുന്നിലെല്ലാം ദൈവത്തോടും സ്നേഹത്തോടും കൂടി അവരോട് പെരുമാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോയെ വന്നു പിറക്കാനുള്ള ഒരു ഹൃദയമായിട്ട് നമ്മുടെ ക്രിസ്മസ് തീരാനായിട്ട് വിശുദ്ധിയുള്ള മനുഷ്യരുടെ ഹൃദയത്തിലാണ് ദൈവം വന്നു പിറക്കുന്നത്. ഏറ്റവും വിശുദ്ധമായ ദേവാലയമായി നമ്മുടെ ഒറ്റ ഹൃദയങ്ങളെ തീർക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രകാശമായി മാറാനായിട്ട്, എന്നിലെ പ്രകാശം കണ്ട് ആർക്കെങ്കിലും രക്ഷകനെ തിരിച്ചറിയാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതവും ധന്യമായി തീരുന്നത്. മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും, മറ്റുള്ളവരെ കേൾക്കാനുള്ള ശ്രദ്ധയും, യേശുവിൻ്റെ ആ സ്നേഹവും രക്ഷയും സ്വന്തമാക്കാനായിട്ട് ഈ ക്രിസ്മസിന് നമ്മൾ ഓരോരുത്തർക്കും ഇടയായി തീരത്തെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ഈ ക്രിസ്മസിൽ ഈശോ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ നമ്മളുള്ള അന്ധകാരങ്ങളെല്ലാം വിട്ടുപോകുകയും ദൈവം നമ്മുടെ ഓരോരുത്തരുടെ കൂടെയുണ്ട്, നമുക്കായിട്ട് ഒരു രക്ഷകൻ പിറന്നിരിക്കുന്ന ബോധ്യത്തിൽ ഈശോൻ്റെ കൂടെയുണ്ടെന്ന ചിന്തയിൽ നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട ഈശോയെ ആണ്, സ്വയം എളിമപ്പെടുത്തുന്നതാണ്, സ്വയം ഇല്ലാതായി തീരുന്ന ക്രിസ്തുവിനെ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ ലോകത്തിലേക്ക് ഈശോ സ്വയം ഇല്ലാതായി തീർന്നുകൊണ്ട് ശൂന്യനായി തീർന്നുകൊണ്ട് വന്നതിൻ്റെ ഓർമ്മ ദിനമാണ് ക്രിസ്മസ്. നമ്മൾ ഓരോരുത്തരും രക്ഷയിലേക്കുള്ള ഏക വഴി എന്ന് പറയുന്നത് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ വഴിയാണെന്ന് യേശു നമ്മെ കാണിച്ചു തന്നു. ഹൃദയവിശാലതയോടും എളിമയോടും കൂടെ കത്തിജ്വലിക്കുന്ന ദൈവസ്നേഹത്തോടും കൂടി വന്ന് സന്തോഷിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമുക്ക്
യെശയ്യാ പ്രവാചക പുസ്തകത്തിലെ ഈശോയെ കുറിച്ചത് അവിടെ പ്രവചിച്ചിട്ടുണ്ട്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഹൃദയത്തിലേക്ക് ഒരു പ്രകാശം കണ്ടു. യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. നമുക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു, ഒരു ശിശുവും ജനിച്ചിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമരില്ലാന്ന്. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. അങ്ങനെ പ്രവചനങ്ങളെ പൂർത്തീകരണ ദിനമാണ് ക്രിസ്മസ് എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. രാജാക്കന്മാരെ രാജാവും ഈശോ ജനിച്ച ദിനമാണ്. ദൈവപുത്രൻ മനുഷ്യനായി തീർന്ന, അങ്ങനെ യജമാനായ ആ ദൈവം ദാസനായി തീർന്ന പുണ്യദിനമാണ് ക്രിസ്മസ്. എല്ലാ ആഘോഷങ്ങളും വെച്ച് ഏറ്റവും വലിയ ആഘോഷവുമാണ് ക്രിസ്മസ്. സർവ്വജനത്തിന് വേണ്ടിയുള്ള രക്ഷ സദ്വാർത്തയാണ് ക്രിസ്മസ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഫ്രാൻസിസ് അസീസിയാണ് ആദ്യമായിട്ട് പുൽക്കൂട് നിർമ്മിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു ഭൂമിയിൽ വന്നത് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് ഈശോ ജനിച്ചത്. നമ്മെ കാണാനും കേൾക്കാനും, നമ്മുടെ സുഖ ദുഃഖങ്ങൾ കേൾക്കാനും സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു രക്ഷകനായ ഈശോയാണ് ഈ ക്രിസ്മസിനെ നമ്മൾ ഓർക്കുന്നത്. അപ്പത്തിൻ നഗരം എന്നറിയപ്പെടുന്ന ആ ബെത്ലഹേമിലെ പട്ടണത്തിലെ ജീവന്റെ അപ്പമായി തീർന്ന ഈശോ ജനിച്ചു എന്നത് വളരെ പ്രതീകാത്മകമായ ഒരു പ്രതീക്ഷയുടെ ദിനമാണ് ക്രിസ്മസ്. വേദ പുസ്തകം നമ്മൾ തുറന്നു നോക്കുമ്പോൾ ആ ജീവിത പുസ്തകത്തിലെ പാപത്തിൽ വീണുപോയവരുടെ ചരിത്രവുമാണ് നാം ഇവിടെ കാണുന്നത്. ദൈവം പറഞ്ഞു, രക്ഷകൻ അവതരിച്ച് ആ പാപത്തിൽ നിന്നെല്ലാം അവരെ എല്ലാവരെയും മോചിപ്പിക്കുമെന്ന് ഒരു വാഗ്ദാനം ദൈവം നൽകുകയും ചെയ്തു. എന്നാൽ ഇത് 500 വർഷത്തോളം ആ ഈശോയെ കാത്തിരുന്ന യഹൂദന്മാർക്ക് ഈശോയെ കണ്ടു തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. രാജകുടുംബങ്ങളിൽ ജനിച്ച് അങ്ങനെ ഒരു ഭൗതികമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈശോയെ യഹൂദന്മാർ സങ്കല്പിച്ചത്. എന്നാൽ ഈശോയെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ച് പാപങ്ങൾ പരിഹാരം കുരിശിൽ മരിക്കുന്ന ഒരു ഈശോയെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് സമാധാനമില്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലാത്ത വ്യക്തികളായി തീരുമെന്ന് നമുക്കറിയാം. അന്ന് മാലാഖമാർ പറയും, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. നല്ല മനസ്സുണ്ടായി കഴിഞ്ഞാൽ സമാധാനത്തിൽ നമ്മുടെ കൂടെ പോരുമെന്നും ക്രിസ്മസ് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഒരു ആഘോഷമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് സമാധാനം സന്തോഷവും പകർന്നു തരുന്ന വ്യക്തികളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മളിലുള്ള ആ ഒരു സ്നേഹവും ഒക്കെ മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ബോധ്യത്തില്. അതാണ് നമുക്ക് ക്രിസ്മസിന് മറ്റുള്ളവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ളത്. നമ്മുടെ സ്നേഹവും ഐക്യവും. അങ്ങനെ നമ്മള് ഒത്തിരി ഭവനങ്ങളിലെല്ലാം ബന്ധുക്കളെല്ലാം പോയി കണ്ട് അവരോടെല്ലാം സ്നേഹവും പുതുക്കാനായിട്ട് ഈ ക്രിസ്മസിന് ഇടയായി തീരത്തെ നമുക്ക് പരിശ്രമിക്കാം. നമ്മളെ ഓരോ പ്രിയപ്പെട്ടവരും നമ്മളെ ഓരോരുത്തരും സ്നേഹിക്കുന്നത് നമ്മൾ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മളെപ്പോൾ പെരുമാറുന്നു അപ്പോഴാണ് നമ്മൾ പ്രിയപ്പെട്ടവർ നമ്മളെ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്നത്. അവർ സങ്കല്പത്തിനനുസരിച്ച് നമ്മളെപ്പോൾ എത്തിച്ചേരുന്നുവോ, നമ്മളെ പെരുമാറ്റം എപ്പോൾ അതുപോലെ ആവുന്നുവോ അപ്പോൾ നമ്മളെ വളരെയധികം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഓരോ മനുഷ്യരുടെയും സ്വാർത്ഥതയും പ്രതീക്ഷയും നിറഞ്ഞ ആ ഒരു ജീവിതത്തിലെ ഈശോ നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും കണ്ടുകൊണ്ടല്ല സ്നേഹിക്കുന്നത്. ഈശോ നമ്മെ ഓരോരുത്തരും സ്നേഹിക്കുന്ന നമ്മുടെ പ്രതീക്ഷകൾക്കും ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രതീക്ഷയ്ക്കപ്പുറമാണ്. ദൈവത്തിൻ്റെ മനുഷ്യാവതാരം, പരസ്യജീവിതം, പീഡാനുഭവം എന്ന് നമുക്ക് ഈശോയുടെ ജീവിതത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും.
നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചാൽ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സങ്കീർത്തനം 31 അധ്യായം 5 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത്, നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക, അവിടെ നിന്നെ നോക്കിക്കൊള്ളും. അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിനെ പരമേൽപ്പിക്കുക. കഴിഞ്ഞ കാലം നമ്മളുണ്ടായ ജീവിതത്തിലുണ്ടായ നമ്മുടെ ഭാവി ജീവിതവും എല്ലാം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് എല്ലാം കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല എന്ന ബോധ്യത്തില് ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച് ശരണപ്പെട്ട് ഈശോയിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാനായിട്ട് നമുക്ക് ഈ ക്രിസ്മസിന് പരിശ്രമിക്കാം. സുഭാഷിതം 23 തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, പ്രതീക്ഷയുണ്ട്, ഭംഗം നേരിടുകയില്ല എന്നുള്ള ആ ഒരു ബൈബിൾ വാക്യം മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ കൈവിൽ ആശ്രയിച്ചുകൊണ്ടല്ല, ദൈവത്തിന്റെ പ്രതീക്ഷയിലും ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന ബോധ്യത്തില് എൻ്റെ ശരീരത്തിന്റെ മേലും രോഗത്തിന്റെ മേലെല്ലാം രോഗശാന്തി നൽകാനായിട്ട് എൻ്റെ എല്ലാ ആധിപത്യവും മഹത്വവും ഇനിമുള്ള കർത്താവിന് വേണ്ടിയാണെന്നുള്ള ജീവിതത്തിലെ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എന്താണ് രാജ്യം എന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവുള്ള സന്തോഷവും ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് മത്തായി 6 അധ്യായം 36 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും സ്നേഹവും സമാധാനവുമാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ക്രിസ്മസിന് ഈശോയിൽ നിന്ന് നമുക്ക് ചോദിച്ചു അങ്ങനത്തെ കാര്യങ്ങളെന്ന് ബോധത്തില് അങ്ങനെ ലോകരക്ഷകനെ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ ജനിക്കാൻ വേണ്ടിയിട്ട് ഭൗതികമായതൊന്നും ലഭിച്ചിട്ടില്ല. അവര് പരാതി കൂടാതെ ഈശോയെ പൂർണ്ണമായി അനുസരിക്കാനായിട്ട് സ്നേഹിക്കാനായിട്ട് ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാനായിട്ട് ഈ ക്രിസ്മസിനെ നമ്മൾ ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ക്രിസ്മസിന്റെ എല്ലാം അനുസരണവും വിധേയത്വവും അനുസരണവും സ്നേഹവും കരുതലും മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും അവരെല്ലാം ആയിരിക്കുന്നതിൽ അംഗീകരിച്ച് സ്നേഹിക്കാനും അങ്ങനെ നമ്മളിലൂടെ സ്നേഹം മറ്റുള്ളവരെ ഒഴുകാനും അങ്ങനെ മറ്റുള്ളവരെ വിധിക്കാതെ കുറ്റം പറയാതെ തള്ളി പറയാതെ അവരെ ആയിരിക്കുന്ന രീതിയിൽ അംഗീകരിച്ച് സ്നേഹിക്കാൻ ഈശോ തന്നതാകുന്ന ഓരോ വ്യക്തികൾ എന്നുള്ള ബോധ്യത്തിൽ അവരിലെല്ലാം ഈശോയെ കണ്ടുകൊണ്ട് സ്നേഹിക്കാനായിട്ട് ക്രിസ്തുവിനെ പ്രതിയും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് വേറെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒന്നുമല്ലാതെ ഈശോയ്ക്ക് വേണ്ടിയും ഈശോയെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തികളായി തീരാനും ഈശോയുടെ ത്യാഗത്തിന്റെയും ശൂന്യവൽക്കരണത്തിന്റെയും ഒരു അനുസരണത്തിന്റെയും ഒരു എളിമയുടെയും പിന്നെ സമാധാനത്തിന്റെയും ഐശ്വര്യവും സന്തോഷവും സമാധാനവും കൊണ്ട് എല്ലാവരുടെ ഹൃദയത്തെയും ഈശോ എല്ലാവരുടെ ഹൃദയത്തിലും കുടുംബത്തിലും എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും ഈശോ വന്ന് നിറയണമേ, ജനിക്കണമേ. ഇത് ഹൃദയത്തിന്റെ ഭരണം ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ